വരുന്ന ഒക്ടോബർ 26 മുതൽ നവംബർ 1 വരെ അസർബൈജാനിൽ വെച്ച് നടക്കുന്ന ലോക പഞ്ചഗുസ്തിയിലേക്ക് വെള്ളി മെഡലോടെ സെലക്ഷൻ ലഭിച്ച അക്ബറിന് തടസ്സമായി മുന്നിൽ നിൽക്കുന്നത് സാമ്പത്തികം മാത്രമാണ്. വർഷങ്ങളായി ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ ലഭിക്കാറുള്ള അക്ബർ ഒരു പ്രൈസ് പോലും ഇല്ലാതെ ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല. ഈജിപ്ത്, ഫ്രാൻസ്, പോളണ്ട്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും സെലക്ഷൻ ലഭിച്ചിരുന്നുവെങ്കിലും അവിടെയും തടസ്സമായി വരുന്നത് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോഴും വളാഞ്ചേരിയിലെ റസ്ലർ ഹെൽത്ത് ക്ലബ്ബിൽ തീവ്ര പരിശീലനത്തിലാണ് അക്ബർ ഉള്ളത്. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് MLAയും കായിക വകുപ്പ് മന്ത്രിയെയും ബോധിപ്പിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും അതിന് പരിഹാരമുണ്ടായിട്ടില്ലെന്ന് അക്ബർ പറയുന്നു. ലോക പഞ്ചഗുസ്തിയിൽ ഇപ്പോൾ 2025 സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ വെച്ച് നടന്നതാണ് BCAI നാഷണൽ ചാമ്പ്യൻഷിപ്പ്. അതിൽ വെള്ളി മെഡലോടെയാണ് ഇപ്രാവശ്യം എനിക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുള്ളത്. ഇത് നടക്കുന്നത് ഒക്ടോബർ 26 മുതൽ നവംബർ 1 വരെയാണ്. അത് അസർബൈജാനിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. അത് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു 5-6 വർഷം തവണയായിട്ട് വേൾഡ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ്, അതുപോലെ തന്നെ ഈജിപ്ത്, പിന്നെ മലേഷ്യ, പിന്നെ പോളണ്ട്, ഇവിടെയൊക്കെ സെലക്ഷൻ ലഭിച്ചിരുന്നു. ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. നല്ല പ്രാക്ടീസ് തന്നെ അപ്പോഴും ഇപ്പോഴും ഉള്ളത്. പ്രാക്ടീസ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സാമ്പത്തികമാണ് ഒരു തടസ്സമായിട്ട് മുന്നിലുള്ളത്. പിന്നെ ഞങ്ങൾക്ക് എതിരാളികളായിട്ട് മലയാളികളെ കാണുമ്പോൾ നല്ല വിഷമമുണ്ട് കേരളക്കാരെ. കാരണം കേരളത്തിൻ്റെ ജേഴ്സി അണിയേണ്ടവർ മറ്റ് സംസ്ഥാനങ്ങളുടെ ജേഴ്സി അണിയാണ്. രാജ്യങ്ങൾ ഇന്ത്യൻ്റെ രാജ്യത്തിൻ്റെ പേരിൽ അണിയേണ്ടവർ മറ്റ് രാജ്യത്തിൻ്റെ ജേഴ്സി അണിയും, അതും മലയാളികൾ. അപ്പോൾ അത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട് ഉള്ളിൽ. കേരളത്തിലെ കായിക താരങ്ങളെ പലപ്പോഴും സർക്കാർ അവഗണിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിനു വേണ്ടി ഒരു തവണയെങ്കിലും തനിക്ക് ജേഴ്സി അണിയണം. കേരള സർക്കാർ ഇത് മുഖവിലേക്ക് എടുക്കണമെന്നും കായിക താരങ്ങളെ മുന്നോട്ട് നയിക്കണമെന്നുമാണ് അക്ബർ പറയുന്നത്. നമ്മളാണെങ്കിൽ നമ്മൾ ഫണ്ടിൻ്റെ കാര്യത്തിൽ വളരെ ബാക്ക് ആവുകൊണ്ടാണ് അവരങ്ങോട്ട് വേറെ സ്റ്റേറ്റിൻ്റെയോ വേറെ നാഷണലിൻ്റെയോ പങ്കെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്ത്യൻ്റെ ജേഴ്സി കൊണ്ട് പങ്കെടുത്തുകൊണ്ട് ഒരു മെഡൽ തീർച്ചയായിട്ടും കരസ്ഥമാക്കണം നല്ലൊരു ആഗ്രഹമുണ്ട്. ഒരു മെഡലും ഇല്ലാതെ ഇന്നേ വരെ തിരിച്ചു പോന്നിട്ടില്ല. എന്തെങ്കിലും ഒരു മെഡൽ നേടിയിട്ടുണ്ട്, ഒറ്റൊന്നും ഇതുവരെ തിരിച്ചു പോന്നിട്ടില്ല. ഇനി എനിക്ക് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ ത്രിവർണ്ണത്തിൻ്റെ ജേഴ്സി എനിക്ക് അണിയണം. ത്രിവർണ്ണ പതാക എൻ്റെ പേരിൽ ഒന്ന് എനിക്ക് നേടാൻ നല്ല ആഗ്രഹമുണ്ട്. തൃശൂരിലെ സംസ്ഥാന പഞ്ചഗുസ്തി ചെയർമാൻ മുജീബ് റഹ്മാൻ തൃശൂറാണ് 2025 നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് വേണ്ടുന്ന എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും നൽകിയത്. സാമ്പത്തിക തടസ്സം നീക്കി മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം സ്പോൺസർമാരിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷ കൂടിയാണ് അക്ബറിനുള്ളത്. സുധീഷിയെ പൂക്കാട്ടിരിയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. സ്ഥിര നിക്ഷേപത്തിന് 1 വർഷത്തേക്ക് 8.5% പലിശ. ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ 9% വരെ പലിശ. വന്ദനം നിക്ഷേപ പദ്ധതി 56 വയസ്സ് മുതലുള്ള മുതിർന്ന പൗരർക്ക്. പലിശ 8.75%. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി. വേഗമാകട്ടെ, തൊട്ടടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും. KSFE, ഈ നാടിന്റെ ധൈര്യം.